അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യൻ, ആ മനുഷ്യന്റെ അവന്റെ പൊതുവായിട്ട് ചില സ്വഭാവങ്ങളുണ്ട്. സ്വഭാവം എന്ന പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നമ്മൾ പറയാറുണ്ട്, അത് തൂത്താനും മാച്ചാലും പോകില്ല എന്നൊക്കെ പറയും. ഒരു പൊതുവായൊരു സമൂഹം എല്ലാവരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പെടുന്ന മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പെടുന്ന പഠിപ്പിക്കുകയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, മനുഷ്യൻ തീർച്ചയായും അവന് സമ്പത്തിനോട്, ധനത്തിനോട് സ്നേഹം കഠിനമായവനാകുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമുണ്ട്, ഒരു പൊതു സ്വഭാവം മനുഷ്യനുണ്ട്. ആ സ്വഭാവം എന്തെന്നറിയുമോ? അവന് സമ്പത്തിലേക്ക്, ധനത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. പണത്തിനോട് മനസ്സു വല്ലാതെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പണത്തിനോട് അവന്റെ മനസ്സ് വല്ലാതെ മോഹിക്കുന്നുണ്ട്. അവന് വല്ലാത്ത പണത്തിനോട് വല്ലാത്ത ആർത്തിയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ധനത്തെ നിങ്ങൾ അധികമായ തോതിൽ മനുഷ്യൻ ഇങ്ങനെ സ്നേഹിക്കുകയാണ്. പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, സമ്പത്തിനോട് മനുഷ്യന് വല്ലാത്ത ഒരു അത്യാഗ്രഹമാണ്. തികയുന്നില്ലല്ലോ, എത്ര കിട്ടിയാലും തികയുന്നില്ലല്ലോ, വാരി കൂട്ടണമെന്നുള്ള വാശിയാണ്. പടച്ചവനെ, പ്രായമുള്ളവനാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ, മുടിയൊക്കെ നരച്ചും മരണവും കാത്തുകിടക്കുന്നവനാകട്ടെ, മനുഷ്യന് പണത്തിനോട് വല്ലാത്ത അത്യാഗ്രഹമാണ്. പടച്ചവനെ, ഇത് ഏകദേശമുള്ള മനുഷ്യർക്ക് മുഴുവനും പൊതുവായി ഉണ്ടാകുന്ന ഒരു ഗുണമാണ്, ഒരു സ്വഭാവമാണെന്ന് ഖുർആൻ പറയുകയാ. അല്ലാഹു പറയുന്നു, വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. വല്ലാത്ത ഒരു പ്രണയമാണ്, കഠിന പ്രണയം, കഠിന സ്നേഹമെന്നാണ് അല്ലാഹ്. അവന് സമ്പത്തിനോട് വല്ലാത്ത സ്നേഹമാണ്. അവന്റെ മനസ്സ് സമ്പത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ലൗ അന്ന ഇബ്ന ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബു അൻ യകൂന ലഹു വാദിയാൻ വലൻ യംലഉ ഫഹു ഇല്ല തുറാബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മുത്തുനബി അവിടെന്ന് പറയുകയാണ്, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ, നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ പറഞ്ഞത് വ്യക്തമാക്കിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറയുന്നു, മനുഷ്യന് സമ്പത്തിനോടൊരു വല്ലാത്ത ഒരു അടുപ്പമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ മനസ്സ് പണത്തിനോട്, സമ്പത്തിനോട്, അതാ പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും എല്ലാവരും മരിക്കാൻ കിടക്കണ വാപ്പ കിടന്ന കിടപ്പിലായിരിക്കും സർവ്വതും സാധിക്കുന്നത്. അപ്പോഴും കട്ടിലിനടി ഒളിച്ചു വെച്ചിരിക്കാതെ ആ കോല് കൊടുക്കാറുണ്ടോ? ഇല്ല. വാപ്പായ്ക്കറിയാൻ ഞാൻ എഴുതേക്കത്തില്ല, എനിക്ക് അടിച്ചു പൊളിക്കാൻ പോകാൻ പറ്റൂല, എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, എന്നാലും കൊടുക്കൂല. അപ്പോഴും കൊടുക്കുന്നവനെ കൊടുക്കാൻ വിടുമോ? അതുമില്ല. പ്രായം ചെന്ന വാപ്പ എന്തിനാണ് കൊടുക്കണത്? വേറെ പണിയില്ലെന്ന് പറഞ്ഞ് മുടക്കാനെ നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യന് ഒരു സ്വർണത്തിൻ്റെ താഴ്വര ലഭിച്ചാൽ,
അവൻ്റെ വയറ് നിറയോ? മതി എന്ന് പറയോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പായിപ്പാട് ടൗണ് മുഴുവനും ഷാജിക്കാടാന്ന് എൻ്റെ ആണെന്ന് വിചാരിക്കട്ടെ, ഞാൻ സംഭവിക്കത്തില്ല, എന്നെ വിചാരിക്കട്ടെ. അപ്പം ഞാൻ എന്താ വിചാരിക്കും, തിരുവല്ല കൂടെ ഒന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനി തിരുവല്ല ആയാലോ, അപ്പോൾ ചങ്ങനാശ്ശേരി കൂടെ വേണം. ഇതാ നമ്മുടെ ചിന്ത. എടാ, ഒരു മനുഷ്യൻ ഒരു താഴ്വര മുഴുവനും സ്വർണമാക്കി കൊടുത്താലും അവന് തികയത്തില്ല. അവൻ അപ്പം പറയും രണ്ടാമതൊന്നുകൂടെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു സ്വർണത്തിന്റെ ഒരു താഴ്വര കൂടെ എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്നവൻ ആഗ്രഹിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അല്ലാഹ് എനിക്ക് കിട്ടിയല്ലോ, മതിയായല്ലോ എന്നല്ല ചിന്തിക്കാം. എനിക്ക് അൽഹംദുലില്ലാഹ് എനിക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞല്ലോ. കോടിക്കണക്കിന് എനിക്കും എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും തലമുറകൾക്ക് പോലും ജീവിക്കാനുള്ള സമ്പത്ത് കയ്യിലുണ്ട്. എന്നായാലും പിന്നെയും പടച്ചവൻ ഇനി അവരുടെ മക്കളെ കൂടെ നോക്കണമല്ലോ. വല്ലാത്തൊരാഗ്രഹം. അതാ മനുഷ്യൻ. ഒരു താഴ്വര അള്ളാഹു സ്വർണമാക്കി കൊടുത്താലും അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടാൻ തയ്യാറാകുന്നില്ല. പിന്നെയും വേണം, ഇനി അടുത്തത് വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണല്ലാതെ അവൻ്റെ വായ നിറക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സത്യമായ ഹദീസ്. പണ്ടുള്ളവർ പറയും, പ്രായമുള്ളവർ ഇതിൻ്റെ ഒരു പഴഞ്ചൊല്ല് പറയും, ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ. പഴയ ആൾക്കാരിങ്ങനെ പറയും, മണ്ണിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലയംലഉ ഫാഹു ഇല്ല തുറാബ്, അവന്റെ വാ മണ്ണുകൊണ്ടല്ലാതെ അവന്റെ ആഗ്രഹവും അവന്റെ ആർത്തിയും തീരൂല. താഴെ പോകണം എങ്കിലേ അവന്റെ ആഗ്രഹം തീരൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.